ഓക്കെ, മൈൻക്രാഫ്റ്റിനപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു സൾഫർ ബയോബ് ആണെന്ന് തോന്നുന്നു. ആൻഡ് ഈ അപ്ഡേറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ആൻഡ് വന്നിട്ടിപ്പോൾ കുറേ നാളായി, നമ്മളിപ്പോഴാണ് കളിച്ച് നോക്കുന്നത്, അധികമൊന്നുമില്ല. ഓക്കെ, നമ്മൾ പേരൊന്നും കൊടുക്കുന്നില്ല, റാൻഡമായിട്ട് വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആൻഡ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, എൻ്റെ സബ് ഇപ്പോൾ കൂടുന്നില്ല. ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ ഒന്ന് കനിഞ്ഞാൽ മാത്രമേ എനിക്ക് ഭാഗ്യം ഉണ്ടാകത്തുള്ളൂ. ബാക്കിലോട്ട് റിഗ്ലു കാണുന്നുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയെല്ലാം നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതൊരു സ്നോ വേവ്, നല്ല രസമുണ്ട്. ഓക്കെ, അത് അങ്ങോട്ട് ചെന്ന് ചാടാം. ഓക്കെ, അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. ആൻഡ് ഈ സൾഫർ ക്യൂബ് അപ്ഡേറ്റിൽ ഇത്രയധികം സാധനങ്ങളാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതല്ല, ഇതിലും ഉണ്ട്. ഇതിൻ്റെ വേറൊരു കളർ വേരിയേഷൻ. ഇതാണ് ഇത്രയും സൾഫർ ബ്ലോക്ക്. നമ്മുടെ ഡ്രിപ്പ് സ്റ്റോൺ ഉള്ള കണക്ക് സൾഫറിനും ഒരു പ്രത്യേക തരത്തിലുള്ള സൾഫർ സ്പൈക്ക് ഉണ്ട്, കണ്ടോ. ആൻഡ് ഇതുപോലെ സൾഫറിൻ്റെ നോർമൽ സൾഫർ, പോളിഷ്ഡ് സൾഫർ, പിന്നെ സൾഫർ ബ്രിക്ക്, അങ്ങനെ 3 വേരിയേഷനിലുള്ള സൾഫർ ബ്ലോക്കുകളുണ്ട്. ആൻഡ് സൾഫർ ബ്ലോക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സൾഫർ പ്രോട്ടീനാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് സൾഫറിൻ്റെ പോളിഷ്ഡ്, അതിൻ്റെ തന്നെ എല്ലാ വേരിയേഷനായിട്ടുള്ള ഇത്. ആൻഡ് ഈ കാണുന്ന ചിസിൽ, ഇത് നമ്മുടെ സൾഫർ ക്യൂബിനെ പോലെ ഇരിക്കും. നമുക്ക് ഇതിനകത്ത് ഇനി റെയറായിട്ട് കിട്ടാൻ പോകുന്ന ഒരു ഡിസ്കാണ് ഈ മ്യൂസിക് ഡിസ്ക്. അതായത് ഇത് ഇതിനകത്ത് കഴിഞ്ഞാൽ ഒരു സൂപ്പർ സോങ് ഉണ്ട്. തൽക്കാലം എത്ര കേൾക്കുന്നുള്ളൂ. ആൻഡ് ഞാനത് ആ ഭാഗം കട്ട് ചെയ്യും, കാരണം കോപ്പിറൈറ്റ് അടിക്കരുതല്ലോ, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അവിടെ തന്നെ കാണുന്നൊരു മറ്റൊരിതാണ്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ടല്ല, ഞാൻ നോക്കട്ടെ. ഇതിൻ്റെയും ഇത്രയും വേരിയേഷൻ ബ്ലോക്ക് ഉണ്ട്. അതിനൊരു ചിസിൽ വെർഷനും ഉണ്ട്. അതിനെപ്പറ്റിയാണ് എനിക്ക് സംശയം. മോജാങ് എന്താണ് പുതുതായിട്ടിരുന്ന് കുക്ക് ചെയ്യുന്നത്? എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ കുറേ അധികം ചിസിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വിതറിനെ സൂചിപ്പിക്കുന്ന ഒരു ചിസലാണ്. നമ്മുടെ ക്രീപ്പർ, ഇത് പിഗ്ലിങ്, ഇത് വാർഡൻ, ഇത് ക്രീക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഇത് സിൽവർ ഫിഷ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇത് രണ്ടും ഇത് തന്നെയാണ്, ചോദിക്കരുത്. ഇത്രയും എന്താണെന്ന് എനിക്കറിയാം. ഇത് പുതിയ മോബായിട്ടുള്ള നമ്മുടെ സൾഫർ, അതാണ് സൾഫർ ക്യൂബാണ്. പക്ഷേ ഇത് നിങ്ങൾ നോക്ക്, ഒരു വണ്ടിനെ പോലില്ലേ, വണ്ട്. അതായത് മോജാങ് മൈൻക്രാഫ്റ്റിലോട്ട് പുതിയൊരു മോബിനെ കൊണ്ടുവരാൻ പോകുന്നു. അതാണ് എനിക്ക് പുതുതായിട്ടുള്ള ഒരു ഡൗട്ട്. ആൻഡ് നമ്മൾ ഇത്രയും നേരമായിട്ടും ഇവനെ പറ്റി നോക്കിയില്ല. നമുക്കിപ്പോൾ ഇവനെ ഇവിടെ സ്പോൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഇതാണ് സൾഫർ ക്യൂബ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ബ്ലോക്ക് ഡ്രോപ്പ് ചെയ്താലും അത് അബ്സോർവ് ചെയ്യും. ആൻഡ് നമ്മളിതിനെ സോഡ് കൊണ്ട് തല്ലിക്കൊന്നാലും ചാവത്തില്ല, 2 സ്പ്ലിറ്റ് ആവും. ഓക്കെ, 2 സ്പ്ലിറ്റ്. ഇവന് സമയമെടുത്ത് ഗ്രോ ആവും. ഇവനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മുടെ നോർമൽ സ്ലൈമിൻ്റെ കണക്ക് തന്നെ ഇവൻ സ്പ്ലിറ്റായി ചെറുതാണ്. പക്ഷേ സ്ലൈമുകൾ വലുതാവത്തില്ല, പക്ഷെ ഇവന്മാർ വലുതാവും. ഇവന്മാർക്ക് ഇതിലൊരു ബ്ലോക്ക് കൊടുത്തു നോക്കുക. അതായത് ഐസ് കൊടുത്താൽ ഇവന്മാരെ സ്ലിപ്പറി ആവുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നീ സ്ലിപ്പറി ആവും. ഞാനിവിടെ കൊടുക്കുന്നില്ല, ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. ഐസ് കാരണം സ്ലിപ്പായിരുന്നു വരപ്പ്. ഞാൻ കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് അടിക്കൂലേ, അങ്ങനെ കൊടുത്ത് അടിക്കുന്നുണ്ട് ആണല്ലോ. ഏയ് എടാ, നിനക്ക് വേണ്ടി ബ്ലോക്കിടാ, പുതിയ ബ്ലോക്കിടാ, വാങ്ങടാ. ഏയ് ഓക്കെ, വുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. വുഡ് വേണ്ടടുത്ത് ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ. ഹലോ, എത്രത്? ഇവരെ ഞാൻ ആദ്യമായിട്ട് അതിനകത്ത് കാണുന്നു കേട്ടോ. ആൻഡ് ഓക്കെ, നമുക്കിപ്പോൾ സൾഫർ ക്യൂബിനെ സ്പോൺ ചെയ്യാം. ഇവനെന്താ ഐസ് കൊടുക്കാൻ പറ്റരുത്. ഓക്കെ, മോജാങ് അത് ആടിയിരിക്കുന്നത് തോന്നുന്നു. ഇതിന് ഇത് കൊടുക്കാം. ഇപ്പോൾ അവനൊരു സ്റ്റാച്ചു ആയി മാറിയിട്ടുണ്ടോ. ആൻഡ് ഇവന് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്ത് ഡൈ ചെയ്യാം. നമ്മൾ എന്തുകൊണ്ടാണ് ഹിറ്റ് ചെയ്യുന്നത് അത്ര. ഇതിൻ്റെ എന്തൂടെ ഇപ്പൊ കണ്ടേ, എവിടെ വേണ്ട പോന്നു. എൻ്റെ അമ്മ ഇത്ര ദൂരം വരെ വരുന്നത്. നിന്നില്ലേ
തിരിച്ചങ്ങോട്ട് അടിച്ചു വിടാൻ പറ്റുമെന്ന് നോക്കാം. ആൻഡ് ഇത് വെച്ചിട്ട് കുറേ മിനി ഗെയിംസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതേ പോകുന്നു. ഓക്കെ, ഞാൻ അവിടെ എല്ലാ ഐസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഐസ് ഇവന് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ഐസാണ് ഇവന് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അവൻ നല്ല രീതിക്ക് സ്ലിപ്പ് ആവുന്നുണ്ട്. നല്ല സ്ലിപ്പ് ചെയ്യണം. ഹലോ, നീങ്ങുന്നു. ഇത് വെച്ച് നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റും തോന്നുന്നു. ഫുട്ബോളും ഹോക്കിയൊക്കെ. എടാ, ഇത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉള്ള സർവറിലൊക്കെ അല്ലേ. അത് ആഡ് ചെയ്ത്. എടാ, ഞാൻ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അതായത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എത്ര സുന്ദരകരമായ ദിവസം. വില്ലേജ് എന്തൊക്കെ ഉണ്ട് വിശേഷം? പൊട്ടറ്റോ ഒക്കെ വിൽക്കുവാണോ? ഇത് തന്നെ ഇതായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട എൻ്റെ ബുംബർദീനോ ക്രോക്കത്തീനോ. നമുക്കപ്പോൾ ഇവൻ്റെ മേളിലോട്ട് ഇങ്ങനെ കയറിയിരുന്ന് അറ്റാക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആൻഡ് ഇത് വെച്ചിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ചൊരു കുഴിയൊക്കെ വെട്ടിയിട്ട് ഇത് വെള്ളം കൊണ്ട് നിറച്ച ഇതിനകത്ത് നിന്ന് ഇങ്ങനത്തെ പാർട്ടിക്കിൾസ് വരും. അതായത് ഞാൻ ഇതിലോട്ട് ഇറങ്ങി നിന്ന് ഒരു എഫക്റ്റ് കിട്ടും. ഇത് കണ്ടോ, എൻ്റെ സ്ക്രീൻ കണ്ടോ? എനിക്കിത് വെച്ച് കളിക്കാൻ പറ്റത്തില്ല. അയ്യോ അതാണ്ട പോണേ. ഇല്ല, അത്ര തന്നെ. ആൻഡ് ഇതിന് അടിയിലോട്ട് ഒരു മാഗ്മ ബ്ലോക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എത്രത്തോളം ആഴത്തിലാണ് വയ്ക്കുന്നത് അത്രത്തോളം ഹൈറ്റിലാണ് പോകും. അപ്പോൾ നമുക്ക് ഇനി വിൻചാർജ് ഇല്ലാതെ നമ്മുടെ ലേറ്റർ വർക്ക് ചെയ്യാനുള്ള അങ്ങനത്തെ കുറേ മെക്കാനിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതെ, ഡ്രോൺ. അപ്പോൾ എയർബോസ് ഓൺ അണ്ടർ വാട്ടർ, നോട്ട് അണ്ടർ വെയർ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.